നമ്മളെപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നും മനുഷ്യർക്ക് ഉപകാരങ്ങൾ ചെയ്താൽ ആ ഉപകാരങ്ങൾക്ക് ചിലപ്പോൾ മറ്റൊരു രൂപത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ സഹായങ്ങളായി ലഭിക്കും എന്നുള്ളതും. ഈ ഇടവേളയിൽ ഒരു സംഭവം ഉണ്ടായി. ഞാനും കുടുംബവും കൂടി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മിനി കൂപ്പർ വാഹനത്തിൽ ഒരു രോഗിയായി കിടന്ന മറ്റൊരു ബന്ധുവിനെ സന്ദർശിക്കാൻ എറണാകുളത്ത് പോയി മടങ്ങി വരികയായിരുന്നു. ഏതാണ്ട് 11 മണി കഴിഞ്ഞു എറണാകുളത്ത് നിന്ന് തിരിക്കുമ്പോൾ. പൊതുവിൽ ദേശീയപാതയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് രാത്രി യാത്ര വളരെ ദുഷ്കരമാണ് എന്ന് മാത്രമല്ല, എനിക്കാകട്ടെ ഒരു 11 മണി കഴിഞ്ഞുള്ള യാത്ര ഒട്ടേറെ പ്രയാസകരവുമാണ്. എങ്കിലും ആ സാഹചര്യത്തിൽ അങ്ങനെ ആകാതിരിക്കാൻ തരമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോരുന്നു. ഏതാണ്ട് അമ്പലപ്പുഴ കച്ചേരിപ്പടിയിലെത്തിയപ്പോൾ വളരെ പെട്ടെന്ന് വണ്ടിയുടെ ഫ്രണ്ട് ടയർ പഞ്ചറായതായി തോന്നി. കാറ്റ് പോകുന്ന ഒരു സൗണ്ടും പെട്ടെന്നത് സ്റ്റിയറിങ്ങിൽ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തു. അത് ഒതുക്കി നിർത്തി കഴിയുമ്പോൾ ഈ പറയുന്നത് പോലെ ടയർ എങ്ങനെ മാറണമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നോ യാതൊരു നിശ്ചയവും മുൻകാല അനുഭവവും ഇല്ലാത്തൊരാളാണ് ഞാൻ. പ്രത്യേകിച്ച് മിനി കൂപ്പർ എന്ന് പറയുന്ന വാഹനം ആദ്യം ഓടിക്കുന്നതുകൊണ്ട് അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചൊന്നും അറിയുകയുമില്ല. വല്ലാത്തൊരു പ്രയാസത്തിലായി. ഭാര്യയും മകനുമാണ് ഒപ്പമുള്ളത്. അപ്പോൾ സമയം ഏതാണ്ട് 1 മണിയായി. പ്രത്യേകിച്ച് വേറൊരു സഹായവും സൗകര്യവുമൊന്നും പ്രതീക്ഷിക്കാനും കഴിയില്ല. നല്ല രാത്രിയുമാണ്. രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ചെയ്യാമെന്നോർത്ത് അതിൻ്റെ സംഗതികളൊക്കെ ഡിക്കി തുറന്ന് പുറത്തെടുത്തപ്പോൾ 2 ചെറുപ്പക്കാർ ബൈക്കിൽ മുന്നോട്ട് പോയ ശേഷം തിരിച്ചു വന്നു. ഞങ്ങളെന്തെങ്കിലും ഉപകാരം ചെയ്യണോ ചേട്ടാ എന്ന് ചോദിച്ചാണ് അവർ വരുന്നത്. സത്യം പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ നമ്മൾ ചിലപ്പോൾ മാലാഖമാരുടെ സഹായം ലഭിക്കും എന്നൊക്കെ പറയുന്നത് പോലെ അത്തരമൊരു അന്വേഷണം എത്ര ആശ്വാസമായി കാണുമെന്ന് നിങ്ങൾക്ക് ഓർത്താൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. 2 പേരും എത്തി. ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ചേട്ടൻ മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കാര്യങ്ങൾ ഏറ്റെടുത്തു. അതിലൊരാൾ ഒരു ബസ്സിൻ്റെ ഡ്രൈവറാണ്, മറ്റൊരാളാകട്ടെ മറ്റു പണിക്ക് പോകുന്ന ഒരാളും. അഖിലും രാഹുലും ഇരുവരും ചേർന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് എനിക്ക് അതിൻ്റെ സ്റ്റെപ്പിനിയിട്ട് വീട്ടിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കി. ചില സംഗതികളൊക്കെ ഞാനൊരു സ്നേഹത്തിൻ്റെ ഭാവമായി നീട്ടിയിട്ട് പോലും അവർ വാങ്ങിയതുമില്ല. അവർ പറഞ്ഞു ഇതിനൊന്നും വിലയിടാനാവില്ല. അങ്ങനെ കൂലിയോ മറ്റൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. ഒരു കുടുംബം ഇതുപോലെ രാത്രി റോഡിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ കുറേ മുന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാണ് പിന്നിലിരുന്നവൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് തിരികെ വന്ന് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. സത്യത്തിൽ ആ ഉപകാരം നീട്ടിയ എന്നെ അവരുടെ വിശാലമായ ആ വാക്കുകളിൽ ചെറുതാക്കി എന്നതാണ് സത്യം. ആ 2 ചെറുപ്പക്കാരും മറ്റൊന്നിനും തയ്യാറല്ല. ആകെ എന്നോട് ആവശ്യപ്പെട്ടത് അതിൽ അഖിലിൻ്റെ വിവാഹം 19-ാം തീയതിയാണ്, കഴിയുമെങ്കിൽ സാറ് കല്യാണത്തിനെത്തണം എന്ന് പറഞ്ഞു. എത്താമെന്ന് ഞാനും പറഞ്ഞ് പിരിഞ്ഞു. ഞാൻ ഓർത്തുപോയി, ഇത്തരം ഉപകാരങ്ങൾ മനുഷ്യർക്ക് പരസ്പരം ചെയ്യാൻ കഴിയുന്ന ലോകം അതെത്ര മനോഹരമാണ്, എത്ര സ്നേഹസമ്പന്നമാണ്. നമുക്ക് തെരുവുകളിൽ ഇതുപോലെ ഒരു അപകടത്തിലോ മറ്റെന്തെങ്കിലും പെട്ടാൽ ഒരു ഭയപ്പാടില്ലാതെ നിൽക്കാൻ കഴിയുന്ന സാഹചര്യം പോലും എത്ര അനുഗ്രഹീതമാണ്. അതോടൊപ്പം എൻ്റെ ഓരത്തുകൂടി വേഗത്തിൽ കടന്നുപോയ വാഹനങ്ങളെക്കാൾ ഈ പറയുന്ന 2 സാധാരണ മനുഷ്യർ, ചെറുപ്പക്കാർ, അവർ കാണിച്ച ആ സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും കരുതലിൻ്റെയും ഭാവം അതുതന്നെയാണ് ഈ നാടിനെ വേറിട്ട് നിർത്തുന്നത്. അഭിനന്ദനങ്ങൾ, സ്നേഹം, സന്തോഷം.